ഹായ് നമസ്കാരം. നമ്മുടെ വിഷു സ്പെഷ്യൽ സീരീസിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ പ്രധാനിയായ അവിയൽ തന്നെയാണ്. അവിയൽ നന്നായ സദ്യ നന്നായി എന്നാ പറയാറ്. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അവിയൽ വെക്കാനായിട്ട് ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചേന, കൂർക്ക, പടവലങ്ങ, വെള്ളരിക്ക, കോവയ്ക്ക, കായ, ക്യാരറ്റ്, മുരിങ്ങക്ക, പയറ്, വഴുതനങ്ങ. ഈ വെജിറ്റബിൾസ് എല്ലാം കുറച്ചെടുത്ത് നീളത്തിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ ഒഴിക്കുന്നതാണ് സദ്യയുടെ അവിയലിന് ടേസ്റ്റ് കൂടുന്നത്. വെള്ളം ഒഴിക്കാതെ തന്നെ ഈ എണ്ണയിൽ കിടന്ന് വേകണം. അതാണ് സദ്യ അവിയലിൻ്റെ പ്രത്യേകത. ഈ എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഉപ്പിട്ട് കഴിയുമ്പോൾ ഈ വെജിറ്റബിൾസിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ നമുക്ക് പച്ചക്കറികൾ വെന്ത് കിട്ടും. അത്യാവശ്യമെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒരു വാഴയില വെച്ച് അടച്ചു വെച്ച് വേവിച്ചാൽ കൂടുതൽ ടേസ്റ്റി ആവും. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും ഒരു 3-4 ചുവന്നുള്ളിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് വെജിറ്റബിൾസൊക്കെ വെന്തോന്ന് നോക്കാം. ഇത് നോക്കിയാൽ ഇപ്പോഴും ഇതിനകത്ത് അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ ഡ്രൈ ആക്കി എടുക്കാം. ഇത് ആവശ്യത്തിന് പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അതിന് മുൻപ് നമുക്ക് കുറച്ച് പുളിക്കായിട്ട് കുറച്ച് തൈര് ഉടച്ച് ചേർക്കാം. ഞാനിവിടെ 3-4 സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പുളി അനുസരിച്ച് ചേർക്കണം. ചിലർ പുളിക്കായിട്ട് വാളംപുളി പിഴിഞ്ഞൊഴിക്കും, ചിലർ മാങ്ങ ചേർക്കും. ഇനി നമുക്ക് അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ആവിയൊക്കെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. ഇപ്പം എന്താ ആവിയൊക്കെ വന്ന് അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അവിയൽ സെർവ് ചെയ്യാൻ റെഡിയായി. ഈ രീതിയിൽ അവിയൽ വെച്ചാൽ നമുക്ക് സദ്യക്ക് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയായിരിക്കും അവിയലിൻ്റേത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമാവും തീർച്ച.